എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ നമ്മളൊരു അടിപൊളി സ്നാക്സിന് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സ്നാക്സ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നും അതിലേക്ക് എന്തൊക്കെ ചേർക്കാൻ നമുക്ക് നോക്കിയാലോ. ഞാൻ ഇവിടെ എടുത്തുക്കുന്നത് അരക്കപ്പ് കടലപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ കടലപ്പരിപ്പ് ഒരു അരക്കപ്പ് കൊണ്ട് തന്നെ നമുക്കൊരു 10-12 ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ കടലപ്പരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം വേവിച്ചെടുക്കുക. അപ്പോൾ നല്ലോണം വേവിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നല്ലോണം അലിയൊന്നും വേണ്ട, നമുക്ക് കടിക്കുമ്പോൾ അങ്ങനെ കടിപ്പ് തോന്നാത്ത രീതിയിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെച്ച് വേകുമ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ടപ്പേ എന്നാണ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ വേണം. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു മുറി തേങ്ങ നല്ലോണം ഒന്ന് ചിരവെടുത്തുകണ്. അതിലേക്ക് നമുക്കൊരു കുറച്ച് പഞ്ചസാര വേണം. നിങ്ങൾ മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുത്തോളൂ. ഞാൻ ഇവിടെ ഒരു 5 സ്പൂൺ, ചെറിയൊരു സ്പൂൺ 5 സ്പൂൺ പഞ്ചസാര എടുത്തുകണ്. ഇനി അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഈ ഏലക്കായും പഞ്ചസാരയും അതേപോലെ തേങ്ങയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പഞ്ചസാര ചെറുതായിട്ടൊന്ന് അലീന രൂപത്തിൽ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മളെ പരിപ്പൊക്കെ നല്ലോണം വെന്തിക്കണം. ഞാൻ 2 വീസിലിട്ട് കേട്ടോ. ഞാൻ പരിപ്പ് നല്ലോണം വെന്തിന് ശേഷം ഞാൻ അതുപോലെ നൂറ്റി വെച്ച് കാണാം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ചൂടാറിൻ്റെ ശേഷം മാത്രം നമുക്ക് ഈ കൂട്ടിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നല്ലോണം ഒന്ന് ചൂടാറിക്കണം. ഇനി അതിലേക്ക് നമുക്ക് ആ കൂട്ടിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നമ്മൾ ഇതേപോലെ അടയൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ, നമ്മൾ കൂട്ട് നിറക്കുമ്പോൾ ഇതേപോലെ അടുപ്പത്ത് വേവിച്ച കൂട്ടാണെങ്കിൽ ഒന്ന് നല്ലോണം ചൂടാറിൻ്റെ ശേഷം അതൊന്ന് നിറയ്ക്കുക. കാരണം വെച്ചാൽ നമ്മൾ ക്രിസ്പി ആയിട്ടുള്ളേക്കാണ് ഉണ്ടാക്കണേ. പക്ഷേ ഉള്ളത്തെ കൂട്ട് ഇതേപോലെ കുറച്ച് ചൂടുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി വാങ്ങി വെക്കുമ്പോൾ ഉള്ളത്തെ കൂട്ടിൻ്റെ ചൂടുകൊണ്ട് ചിലപ്പോൾ ആ ക്രിസ്പിനെസ്സിനൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇതേപോലെയൊക്കെ വേവിച്ചുണ്ടാക്കുന്ന പലഹാരം ആകുമ്പോൾ. അപ്പോൾ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്കിതിൻ്റെ പുറം ഭാഗം ഉണ്ടാക്കണം. ഞാൻ ഇവിടെ 2 സ്പൂൺ ആട്ടയാണ് എടുത്തിരിക്കുന്നത്. ആട്ട എന്ന് പറയുമ്പോൾ ഗോതമ്പൊടി. ഈ ഗോതമ്പ് ഞാൻ വീട്ടിൽ ഇതേപോലെ തന്നെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ബ്രൗൺ കളർ കൂടുതലുണ്ടാവും. ഇനി അതിലേക്ക് 1.5 സ്പൂൺ മൈദ വേണം. അപ്പോൾ 2 സ്പൂൺ ഗോതമ്പൊടിക്ക് 1.5 സ്പൂൺ മൈദ ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് ഞാൻ കുറച്ച് ലൈറ്റ് ചൂടുവെള്ളത്തിലാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കരുത്. ഇപ്പോൾ വെറും ആട്ടിൽ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കുക, വെറും മൈദയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കുക. അപ്പോൾ വെറും മൈദയിലാണ് നമ്മൾ ചേർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളത് ക്രിസ്പിനകത്ത് ശരിക്കും കിട്ടിന് വരില്ല. ശരിക്കും ഗോതമ്പൊടിയിലാണ് ചെയ്തെടുക്കുക. വെറും ഗോതമ്പൊടിയിലാണ് നമ്മൾ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താട്ടോ നല്ലോണം ക്രിസ്പിനെസ് ആകില്ല, പെട്ടെന്ന് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ടും കൂടി ചേർത്താണെങ്കിൽ ഇത് രണ്ട് നമുക്ക് ബാലൻസ് ചെയ്തെടുക്കുക. എണ്ണ ശരിക്കും കുടിക്കില്ല, എന്നാൽ നല്ലോണം ക്രിസ്പിനെസ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന രൂപത്തിൽ നല്ലോണം മയത്തിൽ കുഴച്ചെടുത്തുകൊണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ഓരോ പണി ചെയ്യുമ്പോഴും നമ്മൾ ഓരോ പണിക്കുള്ളത് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളും മടുപ്പ് തോന്നുള്ളൂ കേട്ടോ. ഇനി പാചകമായാലും വീട്ടുപണിയായാലും അങ്ങനെ ഒരു കാര്യത്തിന് നമുക്ക് മടുപ്പ് തോന്നില്ല. നമ്മൾ എന്താട്ടോ ഒരു പണി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ എടുക്കാൻ നിൽക്കുമ്പോൾ പിന്നെ ആ പണി എടുക്കാൻ വരുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നില്ലേ. ഇപ്പം നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാ പണികളും പെട്ടെന്ന് ചേർക്കുകയാണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ഒരു മടുപ്പ് വരില്ല. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പത്തിയൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് ചെറിയൊരു പപ്പട രൂപത്തിൽ ഞാൻ പരത്തിയെടുത്തിക്കണേ. അപ്പോൾ പപ്പട രൂപത്തിൽ നമ്മൾ വലിയതാക്കി പരത്തിയെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പൊരിച്ച് വെക്കുമ്പോൾ ഒന്ന് പൊട്ടി പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല സ്കിന്നി ആക്കി എടുക്കാതെ കുറച്ച് കനത്തിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൂട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ നമ്മളിത് പിടിച്ചു കൊടുക്കുമ്പോൾ കൂട്ടടിച്ചൊരു ഇലടൻ്റെ രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കുമ്പോൾ നമ്മളിത് വിട്ടു പോവാതെ നല്ലോണം അമർത്തി കൊടുക്കണം. ഈ വിട്ടു പോവുകയാണെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഉള്ളിൽ പരിപ്പിൻ്റെ കൂട്ടാണ്, അപ്പോൾ അതൊന്ന് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടാതെ വെക്കാനും വേണ്ടി ഇതുപോലെ നല്ലോണം അമർത്തി കൊടുക്കുക. ഇനി അമർത്തിയാലും ചിലപ്പോൾ പോരെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ബക്കുവാകം ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ലൊരു ഡിസൈൻ ആയും ചെയ്ത് നമുക്ക് പോരുന്നില്ല, പേടിയില്ല. അപ്പോൾ ഇതുപോലെ തന്നെ വക്കൊക്കെ നല്ലോണം മടക്കി നല്ലൊരു രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ചെയ്തെടുത്താലല്ലേ നമുക്ക് പെട്ടെന്ന് ഇത് പൊരിച്ച് കോരാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ എണ്ണയൊക്കെ ഒന്ന് ചൂടാകാനും വേണ്ടി വെച്ചിരിക്കണം, ചെറിയ തീയിലാണ് വെച്ചിരിക്കണത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ആക്കിയെടുത്തപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് വലിയ ചട്ടി ആയതുകൊണ്ട് എനിക്ക് കുറച്ച് വലുതാക്കി കുറച്ച് തോനെ നമുക്ക് ചുട്ടെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ചട്ടിക്ക് അനുസരിച്ച് ഇതുപോലെ കുറച്ച് വിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് പൊരിച്ച് കോരട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഉള്ളിൽ നല്ല മധുരം പരിപ്പൊക്കെ ആകുമ്പോൾ നല്ലോണം ഇഷ്ടപ്പെടും. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി മധുരം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും. കാരണം നമ്മൾ അധികം കൂടുതൽ മധുരം ഒന്നും ഇതിൽ ചേർക്കണില്ലല്ലോ. അപ്പോൾ നല്ലൊരു സ്നാക്സ് തന്നെയാണിത്. അപ്പോൾ ഇതേപോലെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു ഗോൾഡൻ നിറാകുമ്പോൾ നമുക്കിതൊന്ന് പൊരിച്ച് കോരട്ടോ. അപ്പോൾ ഇതൊന്ന് പൊരിച്ച് കോരാനയക്കണം. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് കൊടുക്കുക.
എടുത്തുകൊണ്ട് നമ്മൾ എടുത്ത് കൊടുക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിൽ ഞാൻ എപ്പോഴും പറയേണ്ടതാണ്, നമ്മളൊരു പേപ്പറോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു തുണിയോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണമയക്കം മുഴുവൻ ആ പേപ്പറോ അതേപോലെ തുണിന്ന് വലിച്ചെടുക്കുമ്പം പെട്ടെന്ന് നമുക്ക് എടുത്ത് കഴിക്കുമ്പോൾ എണ്ണമയക്കമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വെറുതെ ഉള്ള പാത്രത്തിലാണ് നമ്മൾ ഇതേപോലെ പലഹാരമൊക്കെ പൊരിച്ച് കോരിടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ എന്തായാലും എണ്ണമയക്കം ഉണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോൾ ചൂടാറുമ്പോൾ ഈ പലഹാരം തന്നെ കുടിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ആ പലഹാരം കഴിക്കുമ്പോഴേക്കും കൊളസ്ട്രോളിൻ്റെ ഒക്കെ പ്രശ്നം കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാകുക കേട്ടോ. അപ്പോൾ നമ്മൾ പലഹാരമൊക്കെ പൊരിച്ച് കോരുമ്പോൾ തന്നെ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ഒന്ന് ഇതേപോലെ പൊരിച്ച് കോരിയിട്ട് രണ്ടാം വട്ടം ഇട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് പൊരിച്ച് കോരി ഇട്ടുക. അപ്പോൾ ഇത് കാണുന്നവർക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ കൂട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നത് കാരണം സിമ്പിളായിട്ടും അതുപോലെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇനിയും വരെ.